ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഈ ഗ്രൂപ്പ് തർക്കങ്ങളും അതുപോലെ തന്നെ ചേരിപ്പോരുകളും താൻകോയ്മയും എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നല്ല ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. ഏത് പാർട്ടി എടുത്താലും, BJP എടുത്താലും, കോൺഗ്രസ് എടുത്താലും, കമ്മ്യൂണിസ്റ്റ് എടുത്താലും, എന്തിനേറെ ഈ ഇടംകാലങ്ങളിൽ കൂണുപോലെ പൊട്ടി വന്ന കുഞ്ഞു കുഞ്ഞു സംഘടനകളും കുഞ്ഞു കുഞ്ഞു രാഷ്ട്രീയ കക്ഷികൾ എടുത്താലും അതിനെല്ലാം ഉള്ളിൽ നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ പറയുന്ന ഗ്രൂപ്പ് ചർച്ചകളും ഗ്രൂപ്പ് പോരുകളും. അതെല്ലായിടത്തും വളരെ വ്യക്തമായിട്ട് തന്നെ പല നേതാക്കളുടെ പിൻബലത്തിൽ നിൽക്കുന്ന കുറേയേറെ അണികളും അവരെ പിന്തുണയ്ക്കുന്ന കുറേയേറെ നേതാക്കളും ഇവരുടെ ഇടയിൽ ഉണ്ടാവും. അത്തരത്തിലൊരു സ്ഥാനം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ BJP ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. കാരണം കേരള BJPയിൽ ഇന്ന് പടലയോടുകൂടിയാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ട് ഇന്ന് BJPയുടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓഫീസ് ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. അത് അവരുടെ തന്നെ ദേശീയ തലത്തിലുള്ള നേതാവായ അമിത്ഷായാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ BJP രാഷ്ട്രീയത്തിൽ ഒരുപാട് പൊളിച്ചെഴുത്തലുകൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ വരാൻ പോകുന്ന 2026 ഇലക്ഷനെ നേരിടാൻ ഇവർ കുറച്ചും കൂടി ശക്തരാവാൻ വേണ്ടിയിട്ടാണ് ആ ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരള BJPക്കകത്ത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ പറയുന്ന BJPയുടെ അധ്യക്ഷനായിട്ട് സുരേന്ദ്രൻ ഒരുപാട് സമര പരിപാടികൾ BJPയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തുകയും ഒരുപാട് ഇലക്ഷനുകളെ സുരേന്ദ്രൻ നേരിട്ടിട്ടുമുണ്ട്. പക്ഷെ വ്യക്തമായിട്ടൊരു വിജയം ഒരിടത്തും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരിടത്തൊരിക്കൽ നേമത്തൊരു MLA സീറ്റും അതുപോലെ തന്നെ തൃശ്ശൂർ ഒരു MP വിജയിപ്പിച്ചെടുക്കാൻ ഈ പറയുന്ന സുരേന്ദ്രന്റെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ BJPയുടെ ഇലക്ഷൻ സമയങ്ങളിലും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവരുടെ ഇടയിലുള്ള ഗ്രൂപ്പ് പോരുകളും അവരുടെ നേതാക്കൾ തമ്മിലുള്ള വിഷയങ്ങളും വളരെ വ്യക്തമായ രീതിയിൽ പൊതുജനത്തിന് തിരിച്ചറിയുന്ന രീതിയിൽ തന്നെ അവർ അത് പ്രകടിപ്പിക്കാറുണ്ട് പല വേദികളിൽ. അവരുടെ അവസരങ്ങൾ കൊടുക്കുന്നതായാലും അതുപോലെ തന്നെ അവരുടെ ഒരു ഡിബേറ്റ് വേദികളിലേക്ക് ആളുകളെ വിടുന്നതായാലും അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള ആളുകളെ ചൂസ് ചെയ്യുന്ന കാര്യത്തിലായാലും ഒരു ദേശീയ തലത്തിലൊരു നേതാവ് കേരളത്തിലേക്ക് എത്തുമ്പോൾ അവിടെ സീറ്റുകൾ കസേരകളിൽ ഇരുത്തുവാനുള്ള ആളുകളുടെ എണ്ണത്തിലായാലും വളരെ വ്യക്തമായ രീതിയിൽ അത് പ്രകടമായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം ഒരു മാറ്റം എന്ന രീതിയിലാണ് അവർ അവരുടെ പ്രസിഡന്റിനെ മാറ്റുകയും രാജേഷ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് അംഗീകാരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ടെക്നോളജി മേഖലയിൽ ഒരുപാട് പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു നല്ലൊരു ബിസിനസ്സുകാരനും കൂടിയ ഒരു വ്യക്തിയെ BJP തങ്ങളുടെ അധ്യക്ഷനായിട്ട് ദേശീയ നേതൃത്വത്തിന്റെ സ്വാധീനത്തോടുകൂടി അദ്ദേഹം BJP രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ഒരാളും കൂടിയാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ അദ്ദേഹം വന്ന സമയത്ത് BJPയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള കുറേയേറെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനകത്ത് നിൽക്കുന്ന കുറേയേറെ ഗ്രൂപ്പുകളെ മാറ്റിവിട്ട് ഒരു പുതിയൊരു ഏകകണ്ഠം, ഒരു പുതിയൊരു യൂണിറ്റി അതിനകത്ത് ഉണ്ടാക്കുവാൻ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കുറെ തെളിവുകളാണ് ഇപ്പോൾ അവരുടെ നേതൃപാടവത്തിൽ വരുന്ന ആളുകളെ സെലക്ട് ചെയ്യുന്ന രീതി. ഒരു തരത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളവരെ മാറ്റി നിർത്തുകയും ഗ്രൂപ്പുകളില്ലാതെ വ്യക്തിപരമായിട്ട് തന്റെ കാലിബർ കൊണ്ടും തങ്ങളുടെ കഴിവുകൾ കൊണ്ടും രാഷ്ട്രീയം നടത്തി BJPയിൽ ശക്തമായ സ്വാധീനത്തിൽ നിൽക്കുന്ന നേതാക്കളെ നേതൃപാടവത്തിലേക്ക് എത്തിക്കുവാനും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വെക്കുന്ന കുറെ പോയിന്റ് നോട്ടുകൾ ഉണ്ട്, ജനങ്ങളുടെ ഇടയിലേക്ക് വെക്കുന്ന കുറെ പോയിന്റ് നോട്ടുകൾ BJP ഉയർത്തി കാണിക്കുന്ന രാഷ്ട്രീയത്തെ വ്യക്തമായിട്ട് ജനങ്ങളുടെ ഇടയ്ക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുന്നുമുണ്ട്. അതെന്ത് മാത്രത്തിലുള്ള ബലം കേരള രാഷ്ട്രീയത്തിൽ കാണുമെന്നുള്ളത് വരാൻ പോകുന്ന ഇലക്ഷനും അതുപോലെ തന്നെ വരാൻ പോകുന്ന കേരള രാഷ്ട്രീയവും കണ്ടു മാത്രമാണ് ഒരു മലയാളിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുവെ മലയാളി BJP രാഷ്ട്രീയത്തിന് അത്രത്തോളം അനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ നൽകിയിട്ടില്ല. എങ്കിലേറെ പഴയ വോട്ട് ശരാശരിയിൽ നിന്നും അവർ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അവരുടെ ഗ്രാഫ് ഉയർത്തുകയും ചില സമയങ്ങളിൽ ആ ഗ്രാഫ് താഴുകയും പിന്നെയും അത് ഉയർത്തുകയും ചില മണ്ഡലങ്ങളിൽ അവർ വ്യക്തമായ ലീഡ് നിലനിർത്തുകയും ചില പോക്കറ്റുകളിൽ അവർക്ക് വ്യക്തമായ ഇടങ്ങൾ കണ്ടെത്തുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് പാലക്കാടും തൃശ്ശൂരും തിരുവനന്തപുരം പോലുള്ള ഇടങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ പ്രകടമായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണവും ദിനം പ്രതി കൂടുന്നുമുണ്ട്. പുതിയൊരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് BJP പോകുമ്പോൾ കേരളത്തിൽ 2026 വരാൻ പോകുന്ന ഇലക്ഷനിൽ അവർ എന്തുമാത്രം സീറ്റ് നേടിയെടുക്കും എന്നത് വളരെയേറെ ചിന്തയും അതുപോലെ തന്നെ വളരെയേറെ ആകാംക്ഷയോടും കൂടി ജനം കാത്തിരിക്കുന്ന ഒരു വിഷയമാണ്. പൊതുവെ ഞാൻ പറഞ്ഞതുപോലെ മലയാളികൾക്ക് BJP രാഷ്ട്രീയം അത്ര ദഹിക്കുന്ന ഒരു വിഷയമല്ല. അതെന്തുകൊണ്ടെന്നാൽ അതൊരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയുള്ള ഒരു പാർട്ടിയാണെന്നുള്ള ഒരു അവബോധം ഇവിടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്ദേശം നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഉള്ളത് കൊണ്ടും അവർ ഉയർത്തി കാണിക്കുന്ന അവരുടെ രാഷ്ട്രീയം ചില മതബിംബങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ടും പൊതുവെ ഒരു ഈ കേരളം എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരായ ആളുകളും
ഒരേ രീതിയിൽ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ പല ആദർശങ്ങളും പല ആശയങ്ങളും ഇവിടെ ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നാളിതുവരെ സാധിച്ചിട്ടില്ല. അവർ ഇന്ത്യ അതായത് ദേശീയ തലത്തിൽ നടത്തുന്ന പലതരത്തിലുള്ള വികസന കാര്യങ്ങളും വളരെ വ്യക്തമായ രീതിയിൽ ചർച്ചയാക്കുവാനും ഇവിടെ നാളിതുവരെ ബി ജെ പിയിലെ ഇവിടെയുള്ള നേതാക്കളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമായ കാര്യമാണ്. കാരണം ജനം അറിയേണ്ടത് ജനത്തിന് എന്ത് കിട്ടുന്നു. അവിടെ ചിലപ്പോൾ ജനം ഈ പറയുന്ന അവരുടെ രാഷ്ട്രീയ അജണ്ടകളും അവരുടെ രാഷ്ട്രീയ രീതികളും മറക്കും. ജനത്തിന് വേണ്ടത് ജനത്തിന് നേടിയെടുക്കേണ്ട അവകാശങ്ങളും ജീവിക്കുവാനുള്ള അവകാശവും അവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരുമാണ്. അതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്നവരുടെ പ്രവർത്തനങ്ങൾ വ്യക്തമായ രീതിയിൽ ജനത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നാളിതുവരെ ബി ജെ പിക്ക് കേരളത്തിൽ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കടന്നുവരവോടുകൂടി അതിനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. കാരണം കുറച്ചും കൂടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങളോട് ബി ജെ പിയുടെ ലക്ഷ്യം എന്താണെന്നും അല്ലെങ്കിൽ ബി ജെ പി ജനങ്ങളുടെ ഇടയിൽ വെക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്താണെന്നും വ്യക്തമായ രീതിയിൽ പോയിന്റ് നോട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ചിലപ്പോൾ ബി ജെ പിക്ക് സാധിക്കും. അപ്പോൾ ഒരുപക്ഷെ ബി ജെ പിയുടെ ഗ്രാഫ് കുറച്ചും കൂടി ഉയർന്നേക്കാം. പക്ഷെ അത് വോട്ട് വിഹിതത്തിൽ എത്രമാത്രം എത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു വിഷയമാണ്. എന്തായാലും വരാൻ പോകുന്ന 2026 ഇലക്ഷന് ഒരു വ്യക്തമായിട്ടൊരു സ്വാധീനം ഇവിടുത്തെ പല നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് കാണിക്കുവാനും ചില ശക്തമായ മത്സരം തന്നെ പല നിയോജക മണ്ഡലങ്ങളിലും നടത്തുവാനും ബി ജെ പിയെ കൊണ്ട് സാധിക്കും. ചില പോക്കറ്റുകളിൽ അവർക്ക് വിജയിച്ചു കയറുവാനുള്ള സാധ്യതയും വളരെ വിദൂരതയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. കാരണം അവർക്ക് കുറച്ചും കൂടി ഒന്ന് കഠിനമായി അവർ പ്രയത്നിച്ചാൽ അവരുടെ ബേസ് ലെവലിൽ നിന്ന് അവർ നല്ല രീതിയിൽ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചില നിയോജക മണ്ഡലങ്ങളിൽ അവർക്ക് വിജയിച്ചു കയറുവാനുള്ള സാധ്യതയും നിലവിലെ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അവരുടെ പുതിയ ചുവടുകളെ മറ്റു രാഷ്ട്രീയ കക്ഷികൾ UDF ആയാലും LDF ആയാലും സസൂക്ഷ്മം വീക്ഷിക്കുന്നത്. പിന്നെ ഇവരുടെ ഇടയിലുള്ള ഈ പറയുന്ന UDFന്റെയും LDFന്റെയും ഇടയിലുള്ള തമ്മിൽ അവരുടെ ഇടങ്ങളിലുള്ള പ്രശ്നങ്ങളെ വ്യക്തമായ രീതിയിൽ ഉപയോഗിക്കാൻ ബി ജെ പിയുടെ നേതൃത്വത്തിന് സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അത് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ കടന്നുവരവോടുകൂടി അദ്ദേഹം വെക്കുന്ന ചില പോയിന്റുകൾ ഈ പറയുന്ന ഇടത് വലത് രാഷ്ട്രീയത്തിനകത്തേക്ക് കയറി ബി ജെ പിക്ക് വോട്ട് സമാഹരിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിലൂടെ നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന 2026 ബി ജെ പി വ്യക്തമായിട്ടുള്ള ഒരു സ്വാധീനം തന്നെ കേരള രാഷ്ട്രീയത്തിൽ നടത്തുമെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. പിന്നെ അവരുടെ ബാക്കിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു ഗുജറാത്ത് മോഡൽ അല്ല കേരളം ആഗ്രഹിക്കുന്നത്. ഗുജറാത്ത് മോഡലിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കുമെന്നുള്ള ഒരു സന്ദേശം വെച്ചുകൊണ്ട് നിങ്ങൾ ഇലക്ഷനെ പിന്നെയും സമീപിച്ചു കഴിഞ്ഞാൽ മലയാളികൾ അതിനെടുത്ത് കുപ്പത്തൊട്ടിയിൽ തന്നെ ഇടും. കാരണം കേരളത്തിൻ്റെതായ ഒരു രീതികളുണ്ട്. മതേതരത്വം, അതുപോലെ തന്നെ നാനാ മതസ്ഥരെ ഒന്നായി കാണുന്ന ഒരു രീതി, എല്ലാവരും ഒരുമിച്ച് നിർത്തുന്ന ഒരു സന്ദേശം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കേരളം ഇന്ന് മുന്നിൽ തന്നെയാണ്. വിദ്യാഭ്യാസപരമായിട്ടായാലും ആരോഗ്യപരമായിട്ടും എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെ നമ്മൾ എടുത്തു കാണിക്കുക തന്നെ ചെയ്യണം. എപ്പോഴും ബി ജെ പിക്ക് പറ്റുന്ന തെറ്റും അത് തന്നെയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടത്തെ കുറ്റം പറയും. സ്വന്തം മണ്ണിനെ കുറ്റം പറയാൻ ചില നേതാക്കൾ ഒട്ടും മടി കാണിക്കത്തില്ല. കേരളം അതപ്പതിച്ചു പോകുന്നു, കേരളം അങ്ങ് തകർന്നൊടിഞ്ഞു കിടക്കുവാണ്, അങ്ങനെ കേരളത്തിന്റെ കുറ്റങ്ങളെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിർത്തുമ്പോൾ അത് ഒരു ജനതയാണ് തള്ളിപ്പറയുന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് ഒരുപക്ഷെ മലയാളികൾ നിങ്ങളെ ഇന്ന് വരെ നെഞ്ചിലേക്ക് ഏറ്റി വെക്കാത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചില രീതികളും കൂടി ഒന്ന് മാറുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ശക്തമായ രീതിയിൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ സാധിക്കും. വരാൻ പോകുന്ന ഇലക്ഷൻ അതിശക്തമുള്ളതായിരിക്കും. എന്തായാലും നമുക്ക് 2026 വിഷയങ്ങളുമായിട്ട് അതുപോലെ രാഷ്ട്രീയ ചർച്ചകളുമായിട്ടും പുതിയ പുതിയ രാഷ്ട്രീയ കാര്യങ്ങളും പുതിയ പുതിയ വിഷയങ്ങളുമായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഇനി മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.